തെരഞ്ഞെടുപ്പുകളിൽ ആഹ്വാനമല്ല, ശരിയായ മനസാക്ഷി രൂപീകരണമാണ് സഭ ചെയ്യുന്നതെന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറയുന്നത്. ഭിന്നശേഷി അധ്യാപക നിയമത്തിൽ ഉൾപ്പെടെ സഭ ഉന്നയിച്ച വിഷയങ്ങളിൽ സർക്കാർ നടപടിയെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ക്രൈസ്തവ സഭകൾക്ക് സന്തോഷമുണ്ട്. ജസ്റ്റിസ് JB കൊച്ചി റിപ്പോർട്ടിലെ ഏതെല്ലാം ശുപാർശകളാണ് നടപ്പിലാക്കിയത് എന്നതിൽ ഇനിയും വ്യക്തതയില്ല എന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച ചില പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് നടപടികൾ എടുത്തിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്ക് നിയമനങ്ങളൊക്കെ കുറേ പാസ്സായി വരുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, തോമസ് തറയിലിന്റെ വാക്കുകൾ നൽകുന്ന സൂചന എന്താണ്? ഒരു മനസാക്ഷി വോട്ടിലേക്ക് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭ വിശ്വാസികളെല്ലാം തന്നെ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള നിലപാട് തന്നെയാണ് സഭ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് സഭ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു നൽകാൻ സർക്കാരിന് സാധിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനം വന്യജീവി വിഷയം, അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണം, അതുപോലെ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം കാര്യമായ ഇടപെടൽ നടത്താൻ LDF സർക്കാരിന് സാധിച്ചു എന്നൊരു ആത്മവിശ്വാസമാണ് ജോസ് കെ മാണി പങ്കുവച്ചത്. എന്തായാലും ആ കാര്യം ചോദിക്കുമ്പോൾ അതിനോട് സമാനമായ, എന്നാൽ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച് നൽകിയിട്ടില്ലെങ്കിലും പല കാര്യങ്ങളിലും സർക്കാർ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇപ്പോഴും പല കാര്യങ്ങളും നടപ്പാക്കാനുണ്ട്. JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ പോലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും അതിലെ ശുപാർശകൾ എന്തൊക്കെ നടപ്പിലാക്കി എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഒരു പക്ഷേ അടുത്ത സർക്കാരായിരിക്കാം അത് നടപ്പാക്കുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും മനസാക്ഷി വോട്ട് ചെയ്യാനുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് സഭയും എത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.